നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറേസിനെ കുറിച്ചിട്ടാണ്. അറേസിലെ കുറച്ച് കൺസെപ്റ്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അറേസ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്താണ് വാരിയബിൾസ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് വാരിയബിൾസ്? അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രം ഹോൾഡ് ചെയ്യുന്നതാണ് വാരിയബിൾസ്. ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ നമ്മുടെ ആവശ്യാനുസരണം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ക്യാൻ വാരി ദ വാല്യൂ ഓഫ് എ വാരിയബിൾ. പക്ഷേ അറേയുടെ കേസിൽ അങ്ങനെയല്ല. ഇപ്പോൾ 10 എലമെൻറ്റ്സ് നമുക്ക് ഒരേ ടൈപ്പിലുള്ള ഇൻറ്റിജർ വാല്യൂ, ഒരു 10 ഇൻറ്റിജർ വാല്യൂ തന്നെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂസിന് ഓരോ വാരിയബിൾ യൂസ് ചെയ്തിട്ട് എ ബി സി എന്ന് പറഞ്ഞിട്ട് ആ 10 എണ്ണത്തിന് 10 വാരിയബിൾ യൂസ് ചെയ്തിട്ട് സേവ് ചെയ്യുന്നതിന് പകരം കോമൺ നെയിമിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിലാണ് അറേയുടെ കൺസെപ്റ്റ് വരുന്നത്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. Arrays are group of variables of same data type and with the same name. When arrays are used, data is stored in an organized way. Individual elements or items are identified by its index or subscript. Looping statements are used for faster iteration. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അറേ എന്താ? സെയിം ഡാറ്റ ടൈപ്പിലുള്ള ഒന്നിലധികം എലമെൻസിനെ, ഒന്നിലധികം വാല്യൂസിനെ കോമൺ നെയിം വെച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് അറേ. അതിന് യൂസ് ചെയ്യുന്ന വാരിയബിൾസ് ആണ് അറേ. അറേസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് എല്ലാം ഒരു സിസ്റ്റമാറ്റിക് വേയിലായിരിക്കും, ഒരു ഓർഡർലി മാനറിലായിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ അറേക്കകത്ത് ഓരോ വാല്യൂനെയും പറയുന്നതാണ് ഓരോ എലമെൻറ്റ്സ്. ഓരോ വാല്യൂവും ഓരോ എലമെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഐറ്റംസ് ആയിരിക്കും. ഇതിനെയെല്ലാം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നു. പിന്നെ അറേയിലെ ഓരോ എലമെൻറ്റ്സിനെയും നമുക്ക് ഐറ്ററേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലൂപ്പിംഗ് കൺസെപ്റ്റ്. നമ്മൾ മുന്നേ പഠിച്ച ലൂപ്പിംഗ് കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പാർട്ട്, അറേയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അറേ ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഒരു ഇൻറ്റിജർ അറേ ആണ് കൊടുത്തേക്കുന്നത്. ടെസ്റ്റ് എന്നാണ് അറേയുടെ പേര്. അതിൽ ലെഫ്റ്റ് മോസ്റ്റ് പാർട്ടിൽ കാണുന്നതാണ് 0 1 2 3 up to 9 വരെയാണ് അതിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറേയുടെ 0th പൊസിഷൻ, 1th, 2nd, 3rd, 4th അങ്ങനെ അപ് ടു 9 വരെയാണ് അതിൻ്റെ പൊസിഷൻ കിടക്കുന്നത്. ഈ ഓരോ പൊസിഷനിലേക്കാണ് നമ്മൾ വാല്യൂ ആയ ഇൻറ്റിജർ വാല്യൂസ്, അതായത് 41, 97, 91, 89, 89 അങ്ങനെയുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ 89 എന്ന വാല്യൂ അല്ലെങ്കിൽ 100 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് റെപ്രസെൻ്റ് ചെയ്യുക? ടെസ്റ്റ് ഓഫ് അതിൻ്റെ ഏത് ഇൻഡെക്സ് ആണോ ആ ഇൻഡെക്സ്, ടെസ്റ്റ് ഓഫ് 5. ടെസ്റ്റ് ഓഫ് 5ലാണ് ഇവിടെ 100 എന്ന് പറഞ്ഞ എലമെൻറ്റ് കിടക്കുന്നത്. ടെസ്റ്റ് ഓഫ് 7ൽ ഏതാ കിടക്കുന്നത്? ടെസ്റ്റ് ഓഫ് 7. ടെസ്റ്റ് എന്ന് പറഞ്ഞ അറേയുടെ 7th പൊസിഷനിൽ 83 എന്ന് പറഞ്ഞ വാല്യൂ കിടക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് വാല്യൂ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അറേ ഇൻഡെക്സ് അല്ലെങ്കിൽ അറേ സബ്സ്ക്രിപ്റ്റ്. ഇത്ര മനസ്സിലായല്ലോ? ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അറേ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? കളക്ഷൻ ഓഫ് നെയിംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു അറേയാണ് സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് ഓഫ് 0 എന്ന് പറയുമ്പം അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ബിനോയ് എന്നായിരിക്കും. സ്റ്റുഡൻറ്റ് ഓഫ് 1ൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ വിനു എന്നാണ്. സ്റ്റുഡൻസ് ഓഫ് 2ൽ സ്റ്റോർ ചെയ്ത വാല്യൂ നിഹാൽ എന്നാണ്. സ്റ്റുഡൻസ് ഓഫ് 3ൽ സ്റ്റോർ ചെയ്ത വാല്യൂ മുബി. സ്റ്റുഡൻസ് ഓഫ് 4ൽ സ്റ്റോർ ചെയ്ത വാല്യൂ ഷാരോൺ. അപ്പോൾ
ഏതെങ്കിലും ആവശ്യത്തിന് ഏതെങ്കിലും ഒരു അറേൻ്റെ വാല്യൂ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ആ വാല്യൂ നമ്മൾ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ 1 ഡയമെൻഷണൽ അറേയാണ് കൊടുത്തേക്കുന്നത്. നം ഓഫ് 0, നം ഓഫ് 1, നം ഓഫ് 2, നം ഓഫ് 3, നം ഓഫ് 4. അതായത് നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേയുടെ നെയിമാണ്. 0, 1, 2, 3 എന്ന് പറയുന്നത് അറേ ഇൻഡിസസ് ആണ്. അപ്പോൾ നം ഓഫ് 0ക്കകത്ത് 2 എന്ന് പറഞ്ഞാൽ അറേ എലമെൻ്റ് ആണ് ഉള്ളത്. കണ്ടോ, ആ ഒരു ഓർഡറിൽ തന്നെയാണ് സേവ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വന്ന എലമെൻറ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഒരു ഓർഡറിലായിരിക്കും അത് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. മൾട്ടി ഡയമെൻഷണൽ അറേക്ക് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 2 ഡയമെൻഷണൽ അറേ അഥവാ മെട്രിക്സ്, 3 ഡയമെൻഷണൽ അറേ. ഇവിടെ 2 ഡയമെൻഷണൽ അറേയുടെ എക്സാമ്പിൾ, അതായത് മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ് പൊസിഷണൽ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തേക്കുന്നത്. 3x3 മെട്രിക്സ് ആണ്. റോ 3യും കോളം 3യുമായിട്ടുള്ള മെട്രിക്സ്. എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ ഒരു 3x3 മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. ഇവിടെ എക്സ് ഓഫ് 0th എലമെൻ്റ് ഏതായിരിക്കും? എക്സ് 0 എന്ന് പറയുമ്പം റോ 0യും കോളം 0വുമായ പൊസിഷനിൽ ഇരിക്കുന്ന എലമെൻ്റ് ഇവിടെ 2 ആണ്. അതുപോലെ തന്നെ റോ 0യും കോളം 1വുമായ പൊസിഷനിൽ ഇരിക്കുന്ന എലമെൻ്റ് ഈ എക്സാമ്പിളിൻ്റെ അകത്ത് 5 ആണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ റോ 2വും കോളം 2വുമായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന എലമെൻ്റ് ഏതായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആ പൊസിഷണൽ റെപ്രസെൻറ്റേഷൻ മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് മെട്രിക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏതൊക്കെ തരത്തിൽ നമുക്ക് അറേ ക്രിയേഷൻ സാധ്യമാക്കാമെന്നുള്ളതാണ് ഈ ടൈപ്പ് ഓഫ് അറേയിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് അറേ ആൻഡ് സെക്കൻഡ് വൺ ഡൈനാമിക് അറേ. What is static array? An array that is sized in the dim statement, that is static array. What is dim statement? നമ്മൾ ഓൾറെഡി പറഞ്ഞു. dim stands for dimension, which is used to declare variables and data types. In the case of static array, you cannot change the size or data type of static array. നമ്മളൊരു പ്രാവശ്യം ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഡാറ്റ ടൈപ്പ് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ സൈസോ ഡാറ്റ ടൈപ്പോ ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. വെൻ യു ഇറേസ്, നോ മെമ്മറി ഈസ് ഫ്രീഡ്. നമ്മൾ അറേ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ 0 empty വെച്ച് റീപ്ലേസ് ചെയ്യുന്നതല്ലാതെ അത് ഫുള്ളായിട്ട് ആ മെമ്മറി ഫ്രീ ആയിട്ട് കിട്ടില്ല. നമ്മൾ സ്റ്റാറ്റിക് അറേനെ കുറിച്ച് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ഡൈനാമിക് അറേനെ കുറിച്ചിട്ടാണ്. എന്താണ് ഡൈനാമിക് അറേ എന്ന് നോക്കാം. An array is dimensioned during run time. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തായിരിക്കും അറേ ഡയമെൻഷൻ നടക്കുന്നത്. ഏതിൻ്റെ കേസിൽ? ഡൈനാമിക് അറേൻ്റെ കേസിൽ. അറേ സൈസ് ക്യാൻ ബി ചേഞ്ച്ഡ് എനി നമ്പർ ഓഫ് ടൈം. അതായത് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് നമ്മൾ സൈസ് ഒരു 10 കൊടുത്തു, പക്ഷേ പ്രോഗ്രാം അത്രയും മെമ്മറി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് നമുക്ക് കുറച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടിക്കൊടുക്കുകയോ ചെയ്യാം. ബൈ യൂസിങ് ഇറേസ് ഫംഗ്ഷൻ ബോത്ത് അറേ എലമെൻറ്റ് ആൻഡ് മെമ്മറി വിൽ ബി ഡിലീറ്റഡ്. സ്റ്റാറ്റിക്കിൻ്റെ കേസിൽ നമ്മൾ ഇറേസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മെമ്മറി ഫുള്ളായിട്ട് ഫ്രീ ആവുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡൈനാമിക് അറേൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇറേസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറേ എലമെൻസും അത് യൂസ് ചെയ്ത മെമ്മറിയും ഫുള്ളായിട്ട് ഫ്രീ ആകുന്നു. വി ക്യാൻ യൂട്ടിലൈസ് ദ മെമ്മറി എഫിഷ്യൻ്റ്ലി. ഫുള്ളായിട്ട് മെമ്മറി എറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേറെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും.
ഡിക്ലറേഷൻ എങ്ങനെയാണ് നമുക്കൊരു അറേ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് dim array name size as data type. അറേ നെയിം എന്നുള്ളിടത്ത് നമുക്ക് ഇഷ്ടമുള്ള അറേ നെയിം കൊടുക്കാം, അതിൻ്റെ സൈസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ആ അറേ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് വാല്യൂ ആണ് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ഡാറ്റ ടൈപ്പ് കൊടുക്കാം. അപ്പോൾ ഇൻറ്റിജർ ടൈപ്പ് ആണ്, പോസിറ്റീവ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റിജർ ടൈപ്പ് കൊടുക്കാം, നെയിംസ് ഒക്കെ ആണെങ്കിൽ സ്ട്രിങ് കൊടുക്കാം. ഇനി മെത്തേഡ്സ് എങ്ങനെയൊക്കെ നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് dim അറേ നെയിമിൻ്റെ സ്ഥാനത്ത് ARR, അറേ നെയിം ARR എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. സൈസ് കൊടുത്തു 3 ആസ് സ്ട്രിങ്. ഇവിടെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ടൈപ്പാണ്. സ്ട്രിങ് ടൈപ്പിലുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ സൈസ് 3 ആയിട്ട് സെറ്റ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ dim static array 1 to 10 as long. സ്റ്റാറ്റിക് അറേ എന്ന് പറഞ്ഞ ഒരു അറേ നെയിം ലോങ് ടൈപ്പുള്ള അറേ ആണ് സ്റ്റാറ്റിക് അറേ. അതിൻ്റെ ലോവർ ബൗണ്ട് 1ഉം അപ്പർ ബൗണ്ട് 10ഉം 1 to 10 ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഡിഫോൾട്ടായിട്ട് നമ്മൾ ലോവർ ബൗണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 0 ആയിട്ടായിരിക്കും അതിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലോവർ ബൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോവർ ബൗണ്ട് സെറ്റ് ചെയ്യും. പക്ഷെ ഒരിക്കലും ലോവർ ബൗണ്ട് കൊടുക്കുന്നത് അപ്പർ ബൗണ്ടിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. ലോവർ ബൗണ്ട് എപ്പോഴും അപ്പർ ബൗണ്ടിനേക്കാളും കുറഞ്ഞ വാല്യൂ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് dim ARR ആസ് ഇൻറ്റിജർ redim ARR of 3. നമ്മൾ അറേ ഡിക്ലറേറ്റ് ചെയ്യുന്ന സമയത്ത് സൈസ് കൊടുക്കാതെ റീഡയമെൻഷൻ ചെയ്ത് അറേയുടെ സൈസ് കൊടുക്കുന്ന മെത്തേഡാണ് അടുത്തത്. നെക്സ്റ്റ് മൾട്ടി ഡയമെൻഷണൽ അറേ. എങ്ങനെയാണ് ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ ഡിക്ലറേഷൻ നടത്തുന്നതെന്നാണ്. മൾട്ടി ഡയമെൻഷണൽ അറേ ഈസ് എൻ അറേ വിത്ത് മോർ ദാൻ 1 ലെവൽ ഓർ ഡയമെൻഷൻ. നമുക്കറിയാം എക്സാമ്പിൾ 2D അറേ, 3D അറേ ഇതൊക്കെയാണ്. 2D അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 dimensional array is an array of arrays, meaning its matrix of rows and columns. 3D array എന്ന് വെച്ച് കഴിഞ്ഞാൽ adds another dimension, turning it into an array of arrays of arrays. അതായത് കുറേ ലെവൽസ് ആയിട്ടായിരിക്കും 3D array സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് വാല്യൂ അതിനകത്ത് അറേക്കകത്ത് സ്റ്റോർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് നമുക്ക് വാല്യൂ ഇങ്ങനെ കൊടുക്കാം. മാർക്സ് ഓഫ് 0, 1 ഓരോ പൊസിഷനിൽ വാല്യൂ ഡയറക്റ്റായിട്ട് കൊടുക്കാം. dim marks as integer അതിനകത്ത് സെറ്റായിട്ട് കൊടുക്കാം. dim marks equal to new integer of എന്ന് പറഞ്ഞിട്ട് വാല്യൂ കൊടുക്കാം. അങ്ങനെ ഡയറക്റ്റ് നമുക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയായിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ 2 വാല്യൂ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, 0th 1th. ഞാനിവിടെ ഒരു 1 dimensional array ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. 1 dimensional array ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു മൊഡ്യൂൾ ഇൻസേർട്ട് ചെയ്യണം. ഇവിടെ ഇൻസേർട്ട് മൊഡ്യൂൾ എന്ന് കാണാം, അവിടുന്ന് മൊഡ്യൂൾ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ആ മൊഡ്യൂളിനകത്ത് ഒരു സബ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുക, ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. സബ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അറേ ഡിക്ലറേഷൻ നടത്തുക. അറേ ഡിക്ലറേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു dim array name size as string. അതായത് ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പിലുള്ള അറേയാണ്. സിമ്പിൾ അറേ എന്നാണ് അറേയുടെ പേര്. അതിൻ്റെ സൈസ് 5 ആണ്. സ്റ്റാറ്റിക് അറേ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഇനി സിമ്പിൾ അറേ എന്ന് പറഞ്ഞാൽ ആ അറേക്കകത്ത് വാല്യൂ സ്റ്റോർ ചെയ്യണം. വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഡയറക്റ്റ് മെത്തേഡാണ് സിമ്പിൾ അറേ. സിമ്പിൾ അറേ ഓഫ് 1. ഇവിടെ 1 to 5 തന്നെയാണ് ഞാൻ ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് ടൈപ്പ് ആയതുകൊണ്ട് ഡബിൾ കോട്ട്സിനകത്ത് പേര് കൊടുക്കുക.
സിംഗിൾ അറേയിൽ തേർഡ് ലൊക്കേഷനിൽ അടുത്ത പേര് ദീപു, ഫോർത്ത് ലൊക്കേഷനിൽ അടുത്ത പേര് കൊടുക്കുന്നു സനൽ, ഫിഫ്ത്ത് ലൊക്കേഷനിൽ എസ്റ്ററിന് പേര് കൊടുക്കുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അറേക്കകത്ത് വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഒരു മെമ്മറി ഉണ്ട്, അതിൽ സിമ്പിൾ അറേക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് സ്പേസ് നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈസ് 5 ആണ്. ആ 5 സൈസിലുള്ള സിമ്പിൾ അറേക്കകത്തുള്ള വാല്യൂസാണ് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വാല്യൂസ് മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം. മെമ്മറിക്കകത്തുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. ഈ അറേയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചു. അറേയുടെ ഫാസ്റ്റർ ഐറ്ററേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ലൂപ്പിംഗ്. ഇവിടെ ലൂപ്പിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് അറേയുടെ എലമെൻറ്റ്സ് റിട്രീവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ വേരിയബിൾ കൊടുക്കുക. n ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ n ഈക്വൽ ടു 1 to 5. 1 to 5 ആണ് നമ്മുടെ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഫോർ n ഈക്വൽ ടു 1 to 5 എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് എന്താ? വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അറേക്കകത്ത് വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അപ്പം വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനുള്ള കമാൻഡ് debug dot print എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? സിമ്പിൾ അറേ സിമ്പിൾ അറേക്കകത്തെ വാല്യൂസ്. അപ്പോൾ വാല്യൂസ് ഓരോന്നും 1 2 3 എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ ലൂപ്പിനകത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൂപ്പിംഗ് വാരിയബിൾ n ആണ് ഇവിടെ എടുത്തേക്കുന്നത്. n ഈക്വൽ ടു 5 ആണ് ഫസ്റ്റ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ n ഈക്വൽ ടു 1 ഫസ്റ്റ് പോയിന്റ് ചെയ്യുന്ന സമയത്ത് അറേയുടെ വാല്യൂ എന്തായിരിക്കും? ഫസ്റ്റത്തെ വാല്യൂ സിമ്പിൾ അറേക്കകത്ത് ഫസ്റ്റത്തെ വാല്യൂ ബിനു എന്നായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഏതുവരെ കിട്ടണം? 5 വരെയുള്ള വാല്യൂ നമുക്ക് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കേണ്ടത് വാരിയബിൾ ആണ്. അപ്പം n ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാരിയബിൾ. debug ഡോട്ട് പ്രിന്റ് സിമ്പിൾ അറേ ഓഫ് n. ഫസ്റ്റ് ടൈം എന്നിൻ്റെ വാല്യൂ 1 ആവുമ്പോൾ ബിനു എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇനി n നെക്സ്റ്റ് വാല്യൂവിനെ പോയിന്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വാല്യൂവിനെ പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ നെക്സ്റ്റ് ലൂപ്പ് യൂസ് ചെയ്യണം അല്ലേ? ഫോർ നെക്സ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് n അടുത്ത എന്നിനെ പോയിന്റ് ചെയ്തു. അപ്പോൾ n ഈക്വൽ ടു 2 ആയി. debug ഡോട്ട് പ്രിന്റ് സിമ്പിൾ അറേ ഓഫ് എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അങ്ങനെ ഏതുവരെ പ്രിന്റ് ചെയ്യും? 5 വരെയുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. 6 ആവുന്ന സമയത്ത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇത് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. Ctrl+S സേവ് ചെയ്തു. ഇനി ഇത് റൺ ചെയ്യണം. ഇതാ ഇമ്മീഡിയറ്റ് വിൻഡോക്കകത്ത് ഓരോ വാല്യൂ ഡിസ്പ്ലേ ചെയ്തിട്ട് കണ്ടല്ലോ. ബിനു, വാണി, ദീപു, സനൽ, എസ്റ്റർ. ഒരു സിമ്പിൾ അറേ 1 ഡയമെൻഷണൽ അറേ ആണ് ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡൈനാമിക്കലി എങ്ങനെ വാല്യൂ റീഡ് ചെയ്യാം, എങ്ങനെ അത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഡൈനാമിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്താണ് നമ്മൾ അറേക്കകത്തേക്ക് വാല്യൂ റീഡ് ചെയ്യുന്നത്. അല്ലാതെ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഡയറക്റ്റ് വാല്യൂ കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. സബ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇനി അറേ ഡിക്ലറേഷൻ ഡിം ന്യൂ അറേ എന്നാണ് അറേയുടെ പേര് കൊടുക്കുന്നത്. ന്യൂ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ന്യൂ അറേ അതിന് 5 തന്നെയാണ് ഈ സൈസ് കൊടുക്കുന്നത്. നെയിം തന്നെയാണ് റീഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സ്ട്രിങ് ആണ് ഡാറ്റ ടൈപ്പ്. സ്ട്രിങ് dim ന്യൂ അറേ ആസ് സ്ട്രിങ്. ഇനി നമ്മൾ ഡയറക്റ്റ് വാല്യൂ കൊടുക്കുന്നതല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ലൂപ്പ് യൂസ് ചെയ്യണം. കാരണം റീഡ് ചെയ്യുക, പ്രോഗ്രാമിൽ വാല്യൂ റീഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ലൂപ്പ് യൂസ് ചെയ്യണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോർ നെക്സ്റ്റ് ലൂപ്പാണ്. അതുകൊണ്ട് ഫോർ വേരിയബിൾ I ഈക്വൽ ടു അതിൻ്റെ റേഞ്ച് കൊടുക്കാം 1 to 5. 1 to 5 തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു റേഞ്ച് കൊടുക്കാം. ഇനി എങ്ങനെയാണ് അറേക്കകത്തേക്ക് വാല്യൂ റീഡ് ചെയ്യേണ്ടത്? അപ്പോൾ അറേയുടെ പേര് ന്യൂ അറേ എന്നാണ്. ന്യൂ അറേ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഫസ്റ്റ് പൊസിഷൻ 1ലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 1 എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഫസ്റ്റ് നെയിം ആഡ് ചെയ്യണം, അല്ലെങ്കിൽ റീഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അറേ നെയിം കൊടുത്തു ന്യൂ അറേ. ഫസ്റ്റ് I എന്ന് പറയുന്ന വാരിയബിൾ എന്തിനു പോയിന്റ് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ലൊക്കേഷന് പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുത്താൽ മതി, I എന്ന് പറഞ്ഞ വാരിയബിൾ അതിനകത്ത് കൊടുത്താൽ മതി. അതായത് ന്യൂ അറേ ഓഫ് I ആദ്യത്തെ പ്രാവശ്യം 1 ആയിരിക്കും, ഈക്വൽ ടു നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര്. എന്താണ് പേര് എന്നുള്ളത് ഡബിൾ കോട്ട്സിനകത്ത്, സ്ട്രിങ് ആയതുകൊണ്ട് ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കാം. അവിടെ കൊടുക്കുന്നത് അനു എന്നാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് നേരത്തെ ചെയ്തത് അല്ലേ, ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുക്കുന്നത്. പകരം നമ്മളിവിടെ ചെയ്യുന്നത് വാല്യൂ റീഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ബോക്സ് എന്ന് പറഞ്ഞ ഒരു പ്രോംപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ബോക്സ് ബ്രാക്കറ്റിൽ എന്താണ് ഇൻപുട്ട് ബോക്സ് നമ്മൾ കൊടുക്കുന്നത് എൻ്റർ നെയിം. നമുക്ക് എൻ്റർ നെയിം 1, ഫസ്റ്റ് നെയിമിന് നെയിം 1, നെയിം 2, നെയിം 3 അങ്ങനെ 5 പേരാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റർ നെയിം, പിന്നെ ആ ഒരു പൊസിഷൻ അല്ലേ. പൊസിഷൻ എവിടെയുണ്ട്? I എന്ന് പറഞ്ഞ വാരിയബിളിനകത്തുണ്ട്. അതുകൊണ്ട് ആംപർസാൻഡ് I ആണ് ആ വാല്യൂ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആംപർസാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു സിമ്പിൾ. ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂ അറേക്കകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അത് ലൂപ്പിനകത്ത് കൊടുത്തു. റീഡ് ചെയ്യാന്നുള്ള പ്രോസസ്സ് നമ്മുടെ അറേ ലിമിറ്റ് വരെ കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് ലൂപ്പിനകത്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് I. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും ചെയ്യുന്നത്? I 1 ആവുമ്പോൾ ന്യൂ അറേ ഓഫ് 1ൽ നെയിം ഓഫ് 1 നമ്മൾ കൊടുക്കുന്ന വാല്യൂ, പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ നെയിം ഓഫ് 1ൽ സ്റ്റോർ ചെയ്യണം, അല്ല ന്യൂ അറേ ഓഫ് 1ൽ സ്റ്റോർ ചെയ്യണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് I എന്ന് പറയുമ്പം I ഈക്വൽ ടു 2 ആയിരിക്കും. ന്യൂ അറേ ഓഫ് 2 എന്ന് പറയുന്നതിനകത്ത് നമ്മൾ രണ്ടാമത് ഇൻപുട്ട് ബോക്സിൽ മെസ്സേജ് വരുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യും നെയിം 2 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യും. അതായിരിക്കും ന്യൂ അറേൻ്റെ സെക്കൻഡ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഏതുവരെ പോവും? ആ അറേയുടെ ലിമിറ്റ് വരെ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അത്ര ആയിക്കഴിഞ്ഞാൽ അറേക്കകത്ത് മെമ്മറിയിൽ ന്യൂ അറേ എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷനകത്ത് ആ ഒരു പേര് സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷെ നമുക്ക് എന്തുകൂടി ചെയ്യണം? അത് ആ മെമ്മറിക്കകത്തൊന്ന് ഡിസ്പ്ലേ ചെയ്യുകയും കൂടി ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? നമുക്ക് നെയിംസ് പ്രിൻ്റ് ചെയ്യിക്കണം. അതുകൊണ്ട് debug.print
debug.print എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? array names. നമുക്ക് array names താഴെ പ്രിന്റ് ചെയ്യാണ് വേണ്ടത്. അതിന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്. array names are നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ട്രിങ് കൊടുക്കാം. അതിന് താഴെയായിട്ടാണ് ഞാൻ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. for I equal to 1 to 5 സെയിം തന്നെയാണ്. എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം അല്ലേ? array വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് debug.print എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? നമ്മുടെ arrayയുടെ വാല്യൂസ്. അപ്പം arrayയുടെ നെയിം എന്താണ്? ന്യൂ array of I. അപ്പോൾ I 1 ആവുമ്പോൾ ഫസ്റ്റത്തെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് I കൊടുക്കുമ്പോൾ arrayയിൽ രണ്ടാമത്തെ വാല്യൂവിനെ പോയിന്റ് ചെയ്യും. ആ വാല്യൂ ലിമിറ്റ് വരെ എത്തിയോന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം ലിമിറ്റ്, അതായത് 5 എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വാല്യൂ പ്രിന്റ് ചെയ്യും. അങ്ങനെ ഏതുവരെ പ്രിന്റ് ചെയ്യും? 1 to 5 ആ array വാല്യൂസ് എല്ലാം പ്രിന്റ് ചെയ്യും. ഇതെന്ത് ചെയ്യണം? നമ്മൾ സേവ് ചെയ്യണം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, പ്രോംപ്റ്റ് ബോക്സ് വന്നു. ഇവിടെ എൻ്റർ നെയിം 1 എന്ന് പറഞ്ഞ് നമ്മൾ നെയിം 1 കൊടുക്കുകയാണ്. നിമി നെയിം 2ൽ സന, നെയിം 3ൽ വാണി, നെയിം 4ൽ സിനു, നെയിം 5ൽ രാജു. ഓക്കെ, ഇമ്മീഡിയറ്റ് വിൻഡോക്കകത്ത് array names ആണ്. നമ്മൾ നേരത്തെ മുകളിൽ കൊടുത്ത ആ ഒരു സ്ട്രിങ് array names are എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ട്രിങ് വന്നു. അതിന് ശേഷം arrayക്കകത്ത് നമ്മൾ റൺ ടൈമിൽ കൊടുത്ത വാല്യൂസ് ഒന്നൊന്നായിട്ട് പ്രിന്റ് ചെയ്തു. ഇങ്ങനെയാണ് റൺ ടൈമിൽ വാല്യൂ കൊടുക്കുകയും പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സാമ്പിളാണ് പഠിച്ചത്. ഇതിപ്പം ഡൈനാമിക് അറേ ക്രിയേഷൻ ആണ്. ഡൈനാമിക് അറേ ക്രിയേഷന് നമ്മൾ ഡയറക്റ്റ് വാല്യൂ കൊടുക്കുന്നത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ റീഡിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൈസ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ പ്രോഗ്രാമിനകത്ത് നോക്കുക, സബ് ഡൈനാമിക് അറേൻ്റെ ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തു. സബ് പ്രൊസീജിയർ ഡൈന അറേ എന്ന് പറഞ്ഞിട്ട് ഡിം നെയിംസ് നള്ള് കൊടുത്തിരിക്കുന്നു. സ്ട്രിങ് ടൈപ്പാണ് നെയിംസ് എന്ന് പറഞ്ഞ അറേ. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഒരു I എന്ന് പറഞ്ഞ വാല്യൂബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റീഡിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത അറേക്ക് സൈസ് കൊടുത്തേക്കുന്നത്. റീഡിങ് നെയിംസ് ഓഫ് 4 റീഡയമെൻഷൻ ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 0 to 4 വാല്യൂസ് റീഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ റീഡ് ചെയ്യുന്ന പാട്ട് കാണിച്ചിരുന്നു. അപ്പോൾ റീഡിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമാണ് ഡൈനാമിക് അറേയിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അത് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ ഇവിടെ VBCRLF എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ആ ഒരു ബിഗിനിങ് പൊസിഷനിൽ കഴ്സർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. VBCRLF ഫുൾ ഫോം വിഷ്വൽ ബേസിക്സ് ക്യാരിയേജ് റിട്ടേൺ ലൈൻ ഫീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരിയേജ് റിട്ടേണും ലൈൻ ഫീൽഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് VBCRLF എന്ന് വെച്ച സ്റ്റേറ്റ്മെൻറ്റ്. Carriage return move the cursor back to the beginning of the line. Line feed move the cursor back to the far left. ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് VBCRLF എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡൈനാമിക് അറേ ക്രിയേഷനിൽ പഠിക്കാനുള്ളത്. അതിൽ ഡയറക്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാം.
അല്ലാതെ നമ്മൾ റൺ ടൈമിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ സ്റ്റാറ്റിക് അറേൻ്റെ കേസിൽ പറഞ്ഞു അതുപോലെ നമുക്ക് റീഡ് ചെയ്ത് കൊടുക്കാം.